Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcome you all. Have a fantastic, positive day. How are you, man? Hi. Well-built body. Yes, exercise ചെയ്യുമ്പോൾ കണ്ട നല്ല സ്ട്രോങ് ബോഡിയാണ്. ഞാനും 10-30 വർഷമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ്. ലാസ്റ്റ് 10-12 ഇയേഴ്സായിട്ട് വളരെ സ്ട്രിക്റ്റ് ആൻഡ് സിവിയറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പിയല്ലേ? ഇവിടെ കേരളത്തിൽ വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ് നമ്മൾ. 1-2 കഴിഞ്ഞ അസംബ്ലി വരുന്നു. അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലേ. നമ്മുടെ കോൺഗ്രസ് എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാകുന്നത് ഭരണത്തിൻ്റെ ആ ഒരു ശീതളച്ചായ എന്നൊക്കെ വിട്ടുമാറി 10 വർഷമാകാൻ പോവുകയല്ലേ. ഈവൻ ദോ അവരുടെ ആ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ് നിയമിക്കാനൊക്കെ വരുമ്പോൾ നേതാക്കന്മാരും ബഹുജനങ്ങളുടെ ആ ഇടിച്ചുകയറ്റ് അത് കാണുമ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസ് അല്ലെ UDF ശക്തമാണെന്ന് കാണുന്നില്ല. അത് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവർക്കും കൂടി അവകാശപ്പെട്ടതായി ഭൂമിയല്ലേ. തീർച്ചയായിട്ടും കൂടുതൽ പ്ലാൻ ചെയ്ത് പരിശോധിച്ച് പ്രവർത്തനങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ച് അഴിമതിയോ അക്രമമോ ഒന്നും ഇനി നടക്കില്ല എന്ന് ബോധ്യപ്പെട്ട് കളത്തിലിറങ്ങിയാൽ അരക്കൈ നോക്കാം അല്ലേ. നോക്കട്ടെ. അതൊരു സൂപ്പർ ഫാൻറ്റാസ്റ്റിക് ഗവൺമെൻറ്റിങ് അവിടെ നടക്കുന്നത്. അപ്പോൾ വരുമ്പം ഞങ്ങളതിനെ പുറകോട്ട് പിടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുകയുള്ളൂ. മറിച്ച് ഞങ്ങൾ അതിനേക്കാൾ ശക്തമായി ഞങ്ങളത് ചെയ്യും എന്ന് ബോധ്യപ്പെട്ട് വേണം മുമ്പോട്ട് വരാൻ. ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. അവരത് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു എലക്ഷൻ വരുമ്പം ആര് വേണേലും ജയിക്കാം, ആര് വേണം. നമ്മൾ പ്രജഡിസ് ഒന്നും വേണ്ട. പ്രവർത്തിക്കുക, വിൻ ചെയ്യുക. എന്തായാലും ഇനി നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ഡേ ബൈ ഡേ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ ഒത്തിരി മുന്നിൽ വന്നിരിക്കുകയാണ്. ഒത്തിരി മുന്നിൽ കയറിപ്പോയി. അപ്പം ഇനി നമ്മൾ അതിന് പുറകോട്ട് പോകാൻ പറ്റില്ല. ലോകത്താകമാനം ഏത് രാജ്യത്ത് ചെന്നാലും കേരളത്തെപ്പറ്റി സംസാരിക്കും. ഇന്ത്യയെപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൽ അവസാനിക്കത്തുള്ളൂ. ബിക്കോസ് ഈ സ്റ്റേറ്റ് ഒരു വല്ലാത്ത സുന്ദര സ്റ്റേറ്റായി മാറി. ഹായ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ഓൾ? Hope you are all doing well. Good. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ന് വന്നു? ആണോ? ഇവിടെ ഉണ്ടോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നൈസ് ടു മീറ്റ് യു. അപ്പം നമ്മുടെ നാട് വളരെ കുതിച്ച് മുമ്പോട്ട് പോകുമ്പം നമ്മുടെ കൊച്ചുമക്കളെല്ലാം ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുക അല്ലേ. നാളെയാണ് എൻ്റെ മരുമോൻ മിഡിൽ ഈസ്റ്റിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവന് UK ജോലി കിട്ടിയതാണ്. പക്ഷേ അപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫർ വന്നപ്പോൾ അവർ മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോൾ അതുപോലെ എല്ലാ രാജ്യത്തും നമ്മുടെ മക്കളും കൊച്ചുമക്കളും, എൻ്റെ മോനാണ് US നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ വാഷിങ്ടണിലാണ്. അവനും പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെയാണ്. അപ്പോൾ എൻ്റെ തന്നെ അനുഭവം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇപ്പം എൻ്റെ മോളൊക്കെ സ്വിറ്റ്സർലൻഡിൽ പോയപ്പം പറയായിരുന്നു, മലയാളികൾക്ക് കപ്പ വെച്ച് മീൻകറിയായിട്ട് ഒരാൾ അവിടെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിയും ഭാര്യയും മക്കളും ആ ഒരു സൈഡ് ബിസിനസ് ചെയ്യുക. എങ്ങനെ പോയാലും കുറേ ഡോളർ സമ്പാദിക്കുന്നു ഡെയിലി. കാരണം മലയാളികൾക്ക് വരുമ്പം കേരളത്തിലെ കപ്പയും മീൻകറിയും തിന്നണം തോന്നുമല്ലോ. അത് സൈറ്റിൽ സെർച്ച് ചെയ്താൽ ഇവരുടെ അടുത്ത് വരും. അപ്പോൾ ഇവരും പോയി കഴിച്ചെന്ന് പറഞ്ഞു. കപ്പയും മീൻകറി വലിയ സന്തോഷമാണ്. അവിടുത്തെ ഭക്ഷണമെല്ലാം തണുത്ത ഭക്ഷണങ്ങളാണ്. വ്യത്യസ്തമായൊരു ഫുഡ് കിട്ടിയാൽ വലിയ സന്തോഷമാണ്. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു നാട്ടിൽ അഭിമാനപൂർവ്വം നിന്നുകൊണ്ടാണ് യൂട്യൂബർ സൈമൺ വർഗീസ് നിങ്ങളോട് സംസാരിക്കുന്നത്.
അതിൻ്റെ അഭിമാനബോധം എനിക്കുണ്ട്. എൻ്റെ പ്രവർത്തനത്തിലും എൻ്റെ നിരീക്ഷണത്തിലും എൻ്റെ പഠനത്തിലും അത് ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്, ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇന്ന് ഹായ്. അപ്പോൾ ഞാൻ അത് കരുതിയാണ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണല്ലേ. നമ്മുടെ നാടിൻ്റെ വികസനം. വയലിലൊക്കെ പോയോ? അതാണ് അവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ. ഞാൻ മോർണിംഗ് വാക്കിന് വരുമ്പോഴേ ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഞാൻ വെൽക്കം ചെയ്യും, ഗുഡ് മോർണിംഗ് പറയും, അവരെനിക്കും പറയും. ഞങ്ങളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടെ കുറച്ച് കൃഷി ഇറക്കിയപ്പം കൃഷിക്കാർ എന്നോട് പറയുന്നുണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ എന്നും ഞാൻ അവർക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ വരുന്നുണ്ട്, പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ കർഷകരാണ് നമ്മുടെ അഭിമാനം അല്ലേ. കർഷകരും അവരുടെ ആ ഒരു ചെയ്തികളും നമ്മുടെ നാടിനെ തൊട്ടുണർത്തുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ഇപ്പം ബംഗാളി സഹോദരന്മാർ എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ തുടങ്ങി. ഞങ്ങൾ ഹാപ്പിയായി. കാരണം ഞാനിത് ചെയ്യുമ്പോഴേ ഞാൻ ഓർക്കുന്നത് എൻ്റെ മകനെയും മകളെയൊക്കെ. അവർ വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ അവരും അവിടുത്തെ സായിപ്പന്മാർ, ഞാൻ പോയതല്ലേ അമേരിക്കയിൽ. അപ്പോൾ അവിടുത്തെ യൂറോപ്യൻ സായിപ്പന്മാരെന്ന് പറയാൻ ശരിയല്ലല്ലോ, അങ്ങനെ മോശം. അവിടുത്തെ നാട്ടുകാർ, US നാട്ടുകാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമായി. ഞാൻ അവരുമായിട്ട് വർത്തമാനം പറയുകയും ഇതെൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് ഹാപ്പിയായിട്ട്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യണം. അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ജീവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ, നമ്മുടെ നാടിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ദേ ആർ വർക്കിംഗ് ഫോർ അവർ നേഷൻ, നോട്ട് ഓൺലി ഫോർ അവർ സ്റ്റേറ്റ് ബട്ട് ഫോർ ദി നേഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ അവരെ നമ്മൾ ആ ബഹുമാനത്തിൽ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ പെരുമാറുന്നതും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയും സന്തോഷവും എല്ലാം കാണുകൊണ്ട് ആ കർഷകർ പാടുപെടുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗിയല്ലേ. ശരിയല്ലേ? ഇതൊക്കെ വല്ലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ കോട്ടയത്തൊക്കെ വരുമ്പോഴേ ചിങ്ങവനത്തോ ഈ പറഞ്ഞ കുട്ടനാട്ടിലൊക്കെ പോയി ഇതൊക്കെ ഒന്ന് കാണണം. മനസ്സിൽ ഈ പച്ചപ്പൊക്കെ നിറയ്ക്കണം. നിങ്ങളുടെ മനസ്സിലെ ആ രാക്ഷസീയതയൊക്കെ പോവും. എല്ലാവരുടെയും കരുണയുണ്ടാവും, നമുക്ക് സ്നേഹമുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ കേരളം, കോട്ടയം ആദ്യം തന്നെ പട്ടിണിയില്ലാത്ത ടൗണായി, പിന്നെ കോട്ടയം ജില്ലയായി, ഇപ്പം അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി. തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഗവൺമെൻറ്റിനെ അനുമോദിക്കുന്നു, നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെ അനുമോദിക്കുന്നു, സർവോപരി കേരള ജനതയെ അനുമോദിക്കുന്നു. നമ്മുടെ അയൽവക്കത്തൊരുത്തൻ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ, രോഗിയായിട്ട് അവശനായി കിടക്കുമ്പോൾ, ഞാൻ ഏത് AC മുറി കിടന്നാൽ നമുക്ക് ഉറക്കം വരികയില്ല. ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഇറങ്ങത്തില്ല. കാരണം അവനോട് ഷെയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കും. അതാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ആ ഒരു ജീവിത രീതിയും. അതുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ, നമുക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം വാരിക്കോരി ചൊരിയുന്നത്. അതാണ് നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബൈ ബൈ.